എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ലൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും അധികം ചേർക്കാതെ ഒരുപാട് തണുപ്പിക്കാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിൽ മിൽക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവിൽ മിൽക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അവിലാണ്, അല്ലെങ്കിൽ പോഹ. ഇത് വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ചുവന്ന അവൽ എടുക്കാം. ഒരു പാൻ ഒന്ന് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഓയിലൊന്നും ഒഴിക്കാതെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് നമ്മൾ ജസ്റ്റ് ആക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കാം. നല്ല ക്രിസ്പി ആയിട്ട് അവലുണ്ടാവണം. രണ്ട് ഗ്ലാസ് അവിൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടി 1/2 കപ്പ് വറുത്ത കപ്പലണ്ടി എടുക്കാം. ഇത് ഉപ്പിട്ട് വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. ഞാനിവിടെ കിസ്മിസും കാഷ്യൂനട്ട്സും ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് എടുക്കാം. കോൺഫ്ലേക്സ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആയിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പാസ്ചറൈസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കവറിൽ കിട്ടുന്ന പാലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. അല്ലാത്ത പാലാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചാറ്റിയതിന് ശേഷം എടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പഞ്ചസാരയും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മൈസൂർ പഴം അല്ലെങ്കിൽ ചെറുപഴമാണ് യൂസ് ചെയ്യേണ്ടത്. പഴം നന്നായി ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം. ഏകദേശം 2 ഗ്ലാസ് തയ്യാറാക്കാൻ വേണ്ടി 4 പഴം എടുത്തിട്ടുണ്ട്. 4 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത് മധുരമുള്ള പഴം എടുക്കുന്നതാണ് ഈ ഒരു അവിൽ മിൽക്കിന് എപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇത് വ്യത്യാസം ഉണ്ടാവും. മിൽക്ക് മെയ്ഡും പഴവും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ മാത്രമാണ് ഉള്ളത്. അവിൽ മിൽക്ക് തയ്യാറാക്കുമ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കുറേ നേരം ഈ മിൽക്ക് മെയ്ഡും പഴവും മിക്സ് ചെയ്ത് വെച്ചിട്ട് എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ കാര്യം ചെയ്യണം. ഇനി ഒരു സെർവിങ് ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കാം. അവിലൊക്കെ നിങ്ങളുടെ ഓരോ അളവിന് ചേർത്ത് കൊടുത്താൽ മതി. അവിൽ കുറച്ച് അധികം ചേർക്കുന്നത് നല്ലതാണ്. ഒരു 4 ടേബിൾ സ്പൂൺ അവിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചെറുപഴവും മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ചേർക്കാം. മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ ഈ പഴം മിൽക്ക് മെയ്ഡ് മിക്സും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 2 കൈപ്പിടി കപ്പലണ്ടി ചേർക്കാം. എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ചേർക്കാം. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുറച്ചും കൂടി അത് നല്ല സ്വീറ്റായിട്ടുണ്ടാവും. അതുപോലെ ചെറിയൊക്കെ ചേർത്താൽ, ഞാൻ പൊതുവെ ഒരുപാട് സ്വീറ്റായിട്ട് ചേർക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ കൂടി ഒഴിച്ച് ഇത് ഫിനിഷ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒരുപാട് നല്ലതാണ്. ഒരുപാട് തണുപ്പില്ലാതെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് മധുരം ഇല്ലാതെ ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.